ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോ സീരീസ് അങ്ങനെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കാണും. കാണാത്തവരുണ്ടെങ്കിൽ ധൃതിയൊന്നും വേണ്ട, പയ്യെ കണ്ടാലും മതി. ടോട്ടൽ 5 എപ്പിസോഡാണ് ഇപ്പോൾ നമ്മുടെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്കോ സീരീസിനെ പറ്റി ജസ്റ്റ് സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്പോയിലേഴ്സ് എല്ലാം വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ വയ്ക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. സ്പോയിലർ എന്ന് പറയാൻ വേണ്ടി വലിയ സംഭവങ്ങളൊന്നും അതിനകത്ത് കാണിച്ചിട്ടില്ലെങ്കിലും സ്പോയിലർ ആയിട്ട് വേണ്ടി വന്നിട്ടുള്ളൊരു സംഭവം നമുക്ക് ട്രെയിലർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ സീരീസിനകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എക്കോ, അതായത് ഈ ഒരു ടൈറ്റിൽ, അതായത് ഈ ഒരു സീരീസിന് ഈ എക്കോ എന്നുള്ളൊരു ടൈറ്റിൽ വയ്ക്കാനുള്ളൊരു മെയിൻ റീസൺ, അല്ലെങ്കിൽ അതിനുള്ള വേണ്ടിയിട്ടുള്ളൊരു റീസൺ എന്തുവന്ന് ഈ ഒരു സീരീസിൽ കൂടെ ഒരു വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ജസ്റ്റ് ഒരു മോറലെടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരു വില്ലനായിട്ടിരിക്കേണ്ടവരെ ഹീറോ ആക്കി മാറ്റാനുള്ള ഒരു പ്രശ്നം എന്തുവാണ് അതിനകത്ത് കിടിലോട്ടനെടുത്ത് കാണിച്ചിട്ടുമുണ്ട്. പിന്നീട് പഴയ നേറ്റീവ് അമേരിക്കൻ ആ ഒരു കൾച്ചറിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്കോൻ്റെ ആ ഒരു ബാക്ക് സ്റ്റോറി ഈ ഒരു നേറ്റീവ് അമേരിക്കൻസുമായിട്ട് ബന്ധപ്പെട്ടതുമാണെങ്കിലും ഒരു പുതിയ തരം കുറച്ചൊരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. അതെന്തുവാണെന്ന് ഞാനടുത്ത് പറയുന്നില്ല, ചെറിയൊരു കുട്ടി സ്പോയിലറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഗ്രൗണ്ടഡ് ലെവൽ സീരീസ് ആയതുകൊണ്ട് മാർവൽ നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് തന്നെങ്കിലും ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് അവർ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയർ ഡെവിലിന് നല്ല ടഫ് കൊടുക്കാൻ പറ്റിയൊരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ എക്കോ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തായാലും അത് നല്ല വൃത്തിയായിട്ട് തന്നെ അവരെടുത്ത് കാണിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ, അതായത് നമുക്കറിയാം ഇപ്പോൾ എക്കോനെ എടുത്ത് വളർത്തിയിട്ടുള്ള നമ്മുടെ കിങ് പിൻ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ കിങ് പിന്നായിട്ടുള്ള റിലേഷനും അതേപോലെ തന്നെ സെയിം സമയത്ത് തന്നെ നമ്മുടെ എക്കോൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മായ ലോപ്പസ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ള റിലേഷനും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് പറ്റിയിട്ടുള്ള ചെറിയ സ്ട്രഗിളും കാര്യങ്ങളും അത്യാവശ്യം നല്ലോണം തന്നെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട വേറൊരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ കണ്ട പോലത്തെ ഒരു മാർവൽ സീരീസ് അല്ല ഇത്. ഇച്ചിരി ഡാർക്ക് ടോണും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ TVMA റേറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതിനകത്തോട്ട് കൂടുതൽ പോകുന്നില്ല. വയലൻസ് ഒക്കെ നല്ല രീതിക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഇവർക്ക് പറ്റിയ ചെറിയ പ്രശ്നങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ഇവർ നല്ല രീതിക്ക് ആക്ഷൻ ബാക്ക് ആയിട്ടാണ് കൊണ്ടുവരാൻ അവർ ട്രൈ ചെയ്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പണി കിട്ടിയതുപോലെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് എപ്പിസോഡെന്ന് പറയുന്നത് ഭയങ്കര പീക്ക് ലെവലാണ് അവർ കാണിച്ചു വെച്ചിട്ടുള്ളത്. ആക്ഷൻ ആയാലും അതിനകത്തുള്ള ഒരു ഡെപ്ത്, നമ്മൾ ആ ഒരു സീരീസിനകത്തോട്ട് പിടിച്ചിരുത്തുന്ന കുറേ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിനകത്തോട്ടുണ്ടായിരുന്നു. സെക്കൻഡ് എപ്പിസോഡിലോട്ട് വരണമെങ്കിൽ ആ ഒരു ഗ്രാഫ് പിന്നെയും താന്നെങ്കിലും ആ ഒരു ഗ്രാഫ് പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ അവർ പിന്നെയും പൊക്കിക്കൊണ്ട് വരുന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു സീരീസിൻ്റെ ഫുൾ ആ ഒരു കൺസിസ്റ്റൻസി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഓഡിയൻസിന് ഒരു എപ്പിസോഡ് ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഹൈപ്പ് തരുന്നെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഇച്ചിരി ചെറിയ ലാഗിലോട്ട് ഒരു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാറ്റേണാണ് എനിക്ക് പേഴ്സണലി എന്തോ പോലെ തോന്നിയിട്ടുള്ളത്. പിന്നീട് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡെന്ന് പറയുന്നത് ഒരു റൺ ടൈം നല്ല രീതിക്ക് കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 34 മിനിറ്റ് അങ്ങാണ്ട് മാക്സിമം ഇതിനകത്ത് വരുന്നുള്ളൂ. അത് ഇച്ചിരി കൂടെ നല്ല രീതിക്ക് അവർക്ക് കാണിക്കാൻ പറ്റിയാണ്. അതായത് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച ആ ഒരു ആക്ഷൻ സീൻസ് പോലും ആ ഒരു ഫൈനൽ എപ്പിസോഡിനകത്തില്ലായിരുന്നു. എന്നാലും ഒരു ഓക്കെ ഫീലിലാണ് ഇവർ കൊണ്ട് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് കിങ് പിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ട പോലെ, അതായത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ എങ്ങനെ കണ്ടോ അതേപോലെ ഒരു ഭീതി പടർത്തുന്ന രീതിയിലുള്ളൊരു കിങ് പിന്നെ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഒരു ക്യാരക്ടർ ഇച്ചിരി കൂടെ നല്ലോണം കാണിക്കാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷേ നമ്മുടെ എക്കോൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയാലും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുമുണ്ട്. ഇനി ഫ്യൂച്ചറിൽ എക്കോ തീർച്ചയായിട്ടും വരും. പക്ഷേ ആ ഒരു ഇനി വരാൻ പോകുന്ന അപ്പിയറൻസിൽ കൂടെയൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇനിയും അവർ കൂട്ടാൻ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നീട് ഒരു ചെറിയൊരു സ്പോയിലർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും നമ്മുടെ കഹോരിയുടെ ഒരു ക്യാമി ഇതിനകത്തുണ്ടായിരുന്നു. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഇതിനകത്ത് നമ്മുടെ എക്കോൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മായ ലോപ്പസിൻ്റെ സിസ്റ്ററായിട്ട് വന്നിട്ടുള്ള ബോണി എന്നുള്ള ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ആക്ട്രസ് തന്നെയാണ് നമ്മുടെ വാട്ടിഫിനകത്ത് കഹോരി എന്നുള്ള ക്യാരക്ടറിന് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ആക്ട്രസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സെയിം നേറ്റീവ് അമേരിക്കൻ കൾച്ചറായിട്ട് സിമിലറായിട്ട് തന്നെ, അതായത് നമ്മുടെ കഹോരിയുടെ എപ്പിസോഡ് എങ്ങനെ കണ്ടോ അതേപോലെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് ഇതിനകത്ത് അവർ കാണിച്ചു തന്നിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സീരീസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒട്ടും മോശമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറയാം, നമ്മുടെ ഈ സീക്രട്ട് ഇൻവേഷൻ എന്നുള്ള സീരീസ് ട്രെയിലറിനകത്ത് ഇതൊക്കെ ഭയങ്കര ഡാർക്കും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈപ്പ് തന്നിട്ട് അതൊരു കൊണ്ടുവയ്ക്കാതെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ നിരാശ തന്നിട്ടില്ല. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്കോ സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.